പേബ്സ്. സോ ഇന്ന് എൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് സ്കിൻ കെയർ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് തന്നെ നമ്മളെടുത്തിരിക്കുന്ന ഒരു ടോണറാണ്. പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി 5% വൈറ്റമിൻ സി ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ടോണറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും സ്കിൻ കെയർ തന്നെയാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് അപ്ഡേറ്റഡ് വേർഷനാണ് കേട്ടോ, പുതിയ പ്രൊഡക്ട്സ് ആണ്. സോ സെക്കൻഡ് വണ്ണായിട്ട് ഞാൻ സിറാണ് എടുത്തിരിക്കുന്നത്, ഡോട്ട് ആൻഡ് കീ. ആൻഡ് എനിക്ക് തോന്നുന്നത് എൻ്റെ തേർഡ് പർച്ചേസ് ആണ് ഡോട്ട് ആൻഡ് കീയുടെ സിറത്തിൻ്റെ. ഇടയ്ക്ക് കുറേ മാസങ്ങളായിട്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു ബാക്ക് ടു ഇതിലേക്ക് വരാമെന്ന്. കാരണം ഇത് യൂസ് ചെയ്തപ്പോൾ നല്ലതുപോലെ എൻ്റെ സ്കിന്നിന് ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നേരത്തെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു വഴുവഴുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഇടുമ്പോൾ തന്നെ നമുക്കൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ തേർഡായിട്ട് ഞാനത് ട്രൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറായിട്ട് എഗെയിൻ എടുത്തിരിക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ്. ഇതും എനിക്ക് നല്ലതുപോലെ തോന്നി. നമ്മുടെ എൻ്റെ എന്ന് പറഞ്ഞ ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് സ്യൂട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് കീയുടെ. ഞാൻ എന്തായാലും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം റിസൾട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അത് നമ്മൾ നല്ലതുപോലെ ഡോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമ്മുടെ ഫേസിലേക്ക് സ്ക്രബ് എന്നൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്ത എംകഫേൻ്റെ മോയ്സ്ചറൈസർ ആയിരുന്നു. അതെനിക്ക് അത്ര സ്യൂട്ടബിളായിട്ട് തോന്നിയില്ല. അത് യൂസ് ചെയ്തപ്പോഴാണ് ഗൈസ് എൻ്റെ മുഖത്ത് ഈ പിമ്പിൾസ് ഒക്കെ വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തതാണ്. ആൻഡ് ഈ ഒരു സിറം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതൊരു ഐസിറാണ്. ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര എഫക്റ്റായിട്ട് തോന്നിയിട്ടില്ലെന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ, തീർന്നിട്ടില്ല സാധനം, കുറച്ചുകൂടി ഉണ്ട്. പൈസ കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് കളയാനും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ യൂസ് ആക്കുകയാണ്. അപ്പം നമ്മൾ ഐസിറവും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതൊരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പം നമ്മൾ അതും നല്ലതുപോലെ കണ്ണിന് ചുറ്റും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ്. ഇതും ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാമാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അവരെനിക്ക് പൈസ തന്നിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിച്ച സാധനങ്ങളാണ്. അതുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ കെയർ ഇവിടെ കഴിയും. പിന്നെ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അത് നിങ്ങൾക്ക് വൈകാതെ ഇപ്പോൾ കാണാൻ പറ്റും. കുറേ നാളായിട്ട് എൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് ഗുവാഷ, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിട്ടിട്ട് ഞാൻ റബ്ബ് ചെയ്ത് കൊടുത്ത് ഇനി എൻ്റെ നൈറ്റ് സ്കിൻ കെയറിൽ ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഏകദേശം ഒരു യൂട്യൂബ് വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് കണ്ടത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇങ്ങനെയല്ലെന്നുള്ള കാര്യം. അപ്പം അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഇവിടെ കഴിഞ്ഞു. അപ്പം നമുക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ അപ്പോൾ ഓക്കെടാ, ബായ്. ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ബൈ.